നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് സന്തോഷ വാർത്ത. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 24ാം ഗഡുവുമായി ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കാത്തിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. PM കിസാൻ പദ്ധതി നിർത്തലാക്കുമോ എന്നുള്ള ചോദ്യത്തിന് 24ാം ഗഡു എപ്പോൾ ലഭിക്കുമെന്നുള്ള ചോദ്യത്തിനും 2031 വരെ പദ്ധതി തുടരുമോ എന്ന ചോദ്യത്തിനും KYC ചെയ്തില്ലെങ്കിൽ പണം ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിനും ഈ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജൂലൈ 31 നടന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തത്. 2026 മുതൽ 27 വരെ, അതുപോലെ 2030-31 വരെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി തുടരുമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ പദ്ധതിയുടെ തുടർച്ചയ്ക്കായി ഏകദേശം 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലരും ചോദിച്ചിരുന്ന ഒരു സംശയമുണ്ടായിരുന്നു, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി അവസാനിക്കുമോ? ഇപ്പോൾ ആ സംശയം പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്, പദ്ധതി തുടരുമെന്നും യോഗ്യരായ കർഷകർക്ക് സഹായധനം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഈ പദ്ധതി 2019 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെറുകിട ഇടത്തരം കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ഈ പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത യോഗ്യരായ ഓരോ കർഷക കുടുംബത്തിനും ഒരു വർഷം 6000 രൂപ ലഭിക്കും. ഈ തുക ഒരുമിച്ചല്ല, 3 തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യും. ഓരോ 4 മാസത്തിലും ഒരിക്കൽ 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് എത്തുന്നത്. ഇതിന്റെ പ്രത്യേകത ഇടനിലക്കാരില്ല എന്നുള്ളതാണ്. അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. 23ാം ഗഡു 2026 ജൂൺ 20-നാണ് വിതരണം ചെയ്തത്. രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ നിക്ഷേപിച്ചു. പല സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അന്നേ ദിവസം തന്നെ തുക ലഭിച്ചു. ചിലർക്കോ ബാങ്ക് നടപടിക്രമങ്ങൾ കാരണം ചെറിയ കാലതാമസത്തോടെ പണം എത്തി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 24ാം ഗഡു എപ്പോൾ വരുമെന്നുള്ളത്. ഇതുവരെ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണെങ്കിൽ പോലും മുൻകാല വിതരണ രീതി പരിശോധിക്കുമ്പോൾ ഓരോ 4 മാസത്തിലൊരിക്കൽ വിതരണം ചെയ്യുന്ന രീതിയാണ് തുടരുന്നത്. അതനുസരിച്ച് 2026 ഒക്ടോബർ മുതൽ നവംബർ മാസത്തിനിടയിൽ 24ാം ഗഡു വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ ആദ്യ വാരം മുതൽ നവംബർ 3-ാം വാരം വരെയുള്ള കാലയളവിലാണ് വിതരണം പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷങ്ങളിലെ വിതരണ തീയതികൾ നോക്കിയാൽ 21ാം ഗഡു 2025 നവംബർ 20-നാണ് ലഭിച്ചത്. അതിനു മുൻപ് 18ാം ഗഡു ഒക്ടോബർ 5-നാണ് വിതരണം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഒക്ടോബർ നവംബർ മാസങ്ങൾക്കിടയിൽ വിതരണം പ്രതീക്ഷിക്കുമെന്നാണ് ഭൂരിഭാഗം കർഷകരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഈ KYC പൂർത്തിയാക്കുക, ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കുക, അതുപോലെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്നുള്ളതും ഭൂവിവരങ്ങൾ ശരിയാണോ എന്നുള്ളതും NPCI മാപ്പിംഗ് പരിശോധിക്കാനും മറക്കരുത്. NPCI മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ DBT ലഭിക്കണമെങ്കിൽ ആധാർ ബാങ്കുമായി NPCI മാപ്പിംഗ് ചെയ്തിരിക്കണം. ഇത് ബാങ്കിൽ ചോദിച്ചാൽ അറിയാൻ കഴിയും. പലരും പരാതി പറയാറുണ്ട്, എന്റെ സുഹൃത്തിന് പണം കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് പ്രധാന കാരണങ്ങൾ KYC ചെയ്തിട്ടില്ലാത്തതും ആധാർ പേര് വ്യത്യാസം, ബാങ്ക് അക്കൗണ്ടിന്റെ പിഴവ്, ഭൂവിവര പരിശോധന പൂർത്തിയാക്കാത്തത്, DBT മാപ്പിംഗ് ഇല്ല, അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഗഡു തടസ്സപ്പെടുന്നത്. ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ 2031 വരെ പദ്ധതി തുടരുമെന്നുള്ളതാണ്. യോഗ്യരായ കർഷകർക്ക് തുടരും. പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന സംവിധാനം തുടരും. കേന്ദ്ര സർക്കാർ ഇതിനായി വലിയ സാമ്പത്തിക വിഹിതവും അനുവദിച്ചു കഴിഞ്ഞു. യോഗ്യരായ ചെറുകിട ഇടത്തരം കർഷകർക്ക് ഈ സഹായം ലഭിക്കും. അതുപോലെ ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ SMS ലഭിച്ചേക്കാം. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് പരിശോധിക്കാം. PM കിസാൻ പോർട്ടൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്താലും അറിയാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഏറ്റവും പ്രധാന അപ്ഡേറ്റുകൾ ഇതൊക്കെയായിരുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.